ലാളിത്യം നിറഞ്ഞ ഭാഷ, മധുരമനോഹരമായ രചനാശൈലി. ഇടമുറിയാതെ പെയ്യുന്ന മഴ പോലെ ഓരോ മലയാളിയുടെയും ഇടനെഞ്ചിലേക്കാണ് ചങ്ങമ്പുഴ കവിതകൾ പെയ്തിറങ്ങിയത്. ആ വെളിച്ചത്തിൽ നിന്നെ കണ്ടു ഞാൻ ദിവ്യമാമൊരാനന്ദരശ്മിയായി എന്നരികിൽ തന്നെ. പ്രണയത്തിന്റെയും രതിയുടെയും ലഹരിയുടെയും മുന്തിരിച്ചാർ നുകർന്നു തീർന്ന ജീവിതമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേത്. ഹൈസ്കൂൾ കാലം മുതൽ ആരംഭിച്ച എഴുത്തുജീവിതം കോളേജ് കാലം എത്തിയപ്പോൾ സ്വന്തം കവിത പാഠപുസ്തകത്തിൽ പഠിച്ച പ്രതിഭാശൈലി. ഭാഷാ നിയമങ്ങളുടെ ഭാരമില്ലാതെ സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കവിതകളായിരുന്നു ചങ്ങമ്പുഴയുടേത്. താൻ കണ്ട മനുഷ്യജീവിതങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമേയങ്ങൾ. നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയോട് പടവെട്ടുന്ന രചനകളും ചങ്ങമ്പുഴയുടെ തൂലികത്തുമ്പിൽ നിന്നും പിറവികൊണ്ടു. മലയപ്പൂലയനമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കുമ്പു പൊടിച്ചു വന്നു. പഠനകാലത്ത് തന്റെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ രമണൻ അന്നത്തെ മലയാള സമൂഹത്തിൽ തീർത്ത തരംഗങ്ങൾ അത്ര കണ്ട് വലുതായിരുന്നു. രമണൻ 1,00,000-ലധികം കോപ്പികൾ വിറ്റു. ഇന്നും ഈ റെക്കോർഡ് ഭേദിക്കപ്പെടാതെ നിലനിൽക്കുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് യുവകവിയായ ചങ്ങമ്പുഴ ക്ഷയരോഗബാധിതനാകുന്നത്. കുടുംബത്തിന് രോഗം വരാതിരിക്കാൻ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി കുടില് കെട്ടിയുള്ള ഏകാന്ത ജീവിതം. ഒടുവിൽ 1948 ജൂൺ 17 ആ കാവ്യ ജീവിതത്തിന് തിരശ്ശീല വീണു. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ള ഈ ജീവിതം എന്നു പാടിയ കവി അക്ഷരാർത്ഥത്തിൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ 25 വർഷത്തെ സർഗാത്മക കാലഘട്ടം മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ സാമ്പ്രദായിക മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു മഹാകാവ്യവും എഴുതാതെ അദ്ദേഹം ഇതിഹാസ കവിയായി. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും. മലയാള ഭാഷയിൽ കനകച്ചിലങ്ക കിലുക്കിയെത്തിയ കവി പിന്നീട് അസ്ഥിമാടങ്ങളെപ്പോലും സ്പന്ദിപ്പിക്കുന്ന പുരോഗമന കവിതകളും എഴുതി. സുപ്രഭാതത്തിന്റെ സുസ്മിതം പോലെ ഇപ്പോഴും മലയാളികളെ മോഹിപ്പിക്കുകയാണ് ചങ്ങമ്പുഴയും ചങ്ങമ്പുഴയുടെ കവിതകളും. സിന്ധൂരി വിജയൻ, കൈരളി ന്യൂസ്.